നിങ്ങളുടെ രാജ്യം. നിങ്ങളല്ല, ഇന്ന് കേരള വ്യവസായ വകുപ്പ് കേരളത്തിന്റെ മന്ത്രി ഏത് കാര്യത്തിനും നിങ്ങൾക്ക് കാണാനും പറയാനും ക്ഷമയോടുകൂടി കേൾക്കാനും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളോടൊപ്പം ഇരിക്കുന്ന ഒരു ജനപ്രിയനായ ഒരു നേതാവും കൂടിയാണ് നമ്മുടെ എല്ലാം കേരളത്തിലെ വ്യവസായ വകുപ്പ്. എപ്പോൾ വെച്ചാൽ എല്ലാവർക്കും കിട്ടും, ഒരു ഉത്തരവും ഉണ്ടാകും, ചെയ്യുന്നതായ ഒക്കുന്ന കാര്യങ്ങൾ പറയും, ഒക്കുന്ന കാര്യങ്ങൾ ചെയ്തു തരും. പലപ്പോഴും പലരും അങ്ങനെയല്ല. എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നേരെയില്ല, ഫോൺ എടുക്കത്തില്ല, ഓഫീസിലാണ്, വീടുകളിലാണ്, പല്ല് തേക്കാണ്, അല്ലെങ്കിൽ കാപ്പി കുടിച്ചോണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് വിഎമാരെ കൊണ്ട് ഈ ഫോൺ കൊടുക്കാതെ ഒഴിയുന്ന രാഷ്ട്രീയ സംവിധാനം ഉള്ള ഈ കാലത്ത് അതിൽ നിന്നെല്ലാം വിപരീതമായി നിങ്ങളോടൊപ്പം നിങ്ങളുടെ പ്രശ്നം കേൾക്കാനും പറയാനും അതിന് മറുപടി പറയാനും സാധിക്കുന്ന മിടുക്കനായ ഒരാളെയാണ് നിങ്ങളിവിടെ തെരഞ്ഞെടുത്തത് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിനന്ദനം പറയുന്നില്ല, നിങ്ങൾക്ക് അഭിനന്ദനം. പല രൂപങ്ങളിലുള്ള ഇലകളുടെ സത്ത് എങ്ങനെയാണോ അതേപോലെ ഒന്ന് തന്നെയാണ് എല്ലാ മതങ്ങളുടേതും. അത് ഞങ്ങളെ നാട്ടിൽ ആരെ എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കേണ്ടതുണ്ട്. തന്റെ മതം മാത്രമാണ് ശരി, തന്റെ മതം മാത്രം മതി എന്ന് കരുതുന്ന ചിന്ത ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ ഗുരുദേവന്റെ ദർശനം സമൂഹത്തിലേക്ക് ആകെ വ്യാപിപ്പിക്കേണ്ടത് മാനവകുലത്തിന്റെ ശരിയായ മുന്നോട്ടുള്ള പ്രയാണത്തിന് അനിവാര്യമായ ഒരു ഘടകമാണ് എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നു, ജനറൽ സെക്രട്ടറി പ്രസംഗിക്കാറുണ്ട്, ഇവിടെ മറ്റ് പ്രഭാഷകരുണ്ടാകും. നന്ദിയും കടപ്പാടും ഉദ്ദേശത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ളതെല്ലാം കേൾക്കാനുള്ളതാണ്. നമ്മളൊക്കെ സംഘടനകളായിരിക്കുന്ന അതിനൊരു നേതൃത്വം ഉണ്ടാക്കി തുടങ്ങുക നമ്മളെയൊക്കെ അദ്ദേഹത്തിന്റെ വാക്കുകളെ പൂർവികന്മാരായിട്ടുള്ള നമ്മുടെ നേതാക്കന്മാര് നമുക്ക് തൊട്ടുമുമ്പുള്ള തലമുറ വിസ്മൃതിയിലാണ്ട് കിടക്കുകയായിരുന്നു. പഴയ യൂണിയൻ ഓഫീസിൽ അവരുടെയൊക്കെ ഫോട്ടോ ഉണ്ടായിരുന്നത് ഒരു ദാഷ്ട്യത്തിന്റെ പേരില്, ദാഷ്ട്യത്തിന് കൈകാലം വെച്ച ആളുടെ പ്രവൃത്തി കൊണ്ട് ആ മുൻകാല നേതാക്കളുടെ വിസ്മൃതിയിലാണ്ടപ്പോ അവരെ സ്മരിക്കും.